ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ സാധാരണ തയ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും നന്നായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ മെഷീൻ എല്ലാവരുടെയും കയ്യിലുണ്ടാവും, സാധാരണയായിട്ട് എല്ലാവരുടെയും കയ്യിലുള്ള മെഷീനാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. നമ്മളിതിപ്പോൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീനാണല്ലോ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. ആദ്യം നമുക്ക് ഈ ഫുട്ടൊന്ന് ഊരി മാറ്റണം. ഫുട്ട് വേണ്ട നമുക്കിത് ചെയ്യുന്നതിന്. അപ്പോൾ നമ്മൾ ആദ്യം ഫുട്ട് ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കുക. ഞാൻ ഫുട്ട് ചേഞ്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഫുട്ട് എടുത്തിട്ട് ഇത് ഇവിടെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. കാര്യം ഇല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തയ്ക്കേണ്ടതല്ലേ, തയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫുട്ട് ആദ്യം നമ്മൾ ഊരിയെടുത്തു. ഇനി ചെയ്യേണ്ടത് ഈ പ്ലേറ്റ് ഇത് ഊരിയെടുക്കുക. ഇതിൻ്റെ ഇവിടെ 2 സ്ക്രൂസ് ഉണ്ട്. ഇത് രണ്ടും ഊരിയെടുത്താൽ ഇതിങ്ങ് ഇളകി വരും. ഇത് ഊരിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ലൂസാക്കി വെച്ചിരുന്നതാണ്. ചിലരുടെ മെഷീനിൽ ഇത് നല്ല ടൈറ്റ് ആയിരിക്കും, അപ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചാലേ ഇത് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ് ഊരി മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ടീത്ത് കണ്ടോ, ഈ സാധനം കണ്ടോ, ഇത് നമ്മൾ തുണി തയ്ക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഊരിയെടുക്കുക. ഇവിടെ 2 ചെറിയ സ്ക്രൂസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഊരിയിട്ട് ഇതിങ്ങ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് ഇളക്കിയെടുത്തിട്ട് സൂക്ഷിച്ച് വെക്കണം കേട്ടോ, കാര്യം ഇതില്ലെങ്കിൽ നമുക്ക് പിന്നെ തയ്ക്കാൻ പറ്റില്ല. കണ്ടോ, ഇത് രണ്ടും ഇതിങ്ങനെ ഊരിയെടുത്ത് മാറ്റുക. ഈ ടീത്ത് ഊരിയെടുത്ത് മാറ്റുക. ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഇതുപോലെ തന്നെ ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ടാണ് നമ്മളിത് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഈ ടീത്ത് മാറ്റിയത്. നമുക്ക് തുണി മുമ്പോട്ടും പുറകോട്ടും ഒക്കെ പോകാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ടീത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത് ചെയ്യുമ്പോൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് മാറ്റിയത്. എന്നിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ടെൻഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ടെൻഷൻ നമ്മളിപ്പോൾ തുണി തയ്ക്കുമ്പോൾ നല്ല മുറുക്കത്തിലായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട്, ആ തുണി തയ്ക്കുന്ന അത്രയും വേണ്ട, ചെറുതായിട്ടൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക, ടെൻഷൻ കുറച്ച്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇത് നമ്മൾ സ്റ്റിച്ചിങ് റെഗുലേറ്റർ ഇത് കൃത്യം സെൻറ്ററിൽ 0-ൽ കൊണ്ടുവെക്കുക. താഴെയും മുകളിലേക്കുമല്ല, കൃത്യം സെൻറ്ററിലാക്കി ഇത് വെക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബോബൻ കേസ് ഉണ്ടല്ലോ, ബോബൻ കേസിൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ നല്ല ടൈറ്റായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രൂ ചെറുതായിട്ടൊന്ന്, വളരെ ചെറുതായിട്ടേ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. കാര്യം നമ്മൾ തുണി തയ്ക്കുന്ന അത്രയും ഒരു ടൈറ്റ്നെസ് വേണ്ട ഇത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് ഇതും ഒന്ന് ലൂസാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ ഇടുന്നത് പോലെ തന്നെ, അപ്പോൾ ഇതിൽ ഞാൻ ചുറ്റിയിരിക്കുന്നത് കണ്ടോ, സാധാരണ നമ്മുടെ സ്റ്റിച്ചിങ് നൂല് തന്നെയാണ്, സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സെയിം നൂല് തന്നെയാണ് ഇതിൽ ചുറ്റിയിരിക്കുന്നത്. ഇത് ഞാനിവിടെ മുകളിലത്തെ നൂലായിട്ട് ഈ നൂലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ എംബ്രോയ്ഡറി നൂലാണ്. മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കണ്ടോ ഈ ടൈപ്പ് നൂലാണ്. ഇതിന് അല്പം തിളക്കമൊക്കെയുള്ള നൂലാണ്. ഇതെല്ലാ കടയിലും കിട്ടും, നമ്മൾ നൂല് വാങ്ങിക്കുന്ന കടകളിലൊക്കെ ഇതും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇട്ട് ഇത് വളരെ ഇങ്ങനെ എന്താ പറയണ്ടേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വരും, ഇവിടെ ഇട്ടാൽ പെട്ടെന്ന് അയഞ്ഞു വരും. അപ്പോൾ നമ്മളിത് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബൗളിലോ വെച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് നീക്കി ഇവിടെ വെക്കുക, കുറച്ച് അകലത്തിൽ വെക്കുക. എന്നിട്ട് സാധാരണ നൂല് നമ്മളിടുന്നത് പോലെ തന്നെ ഈ പോർഷനിലിടുക. ബാക്കിയെല്ലാം നമ്മൾ നൂലിടുന്നത് പോലെ തന്നെ. അടിയിൽ നിന്ന് നൂലും മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇനി മെഷീനിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ക്കേണ്ട തുണിയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യേണ്ട ക്ലോത്ത് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഇതാണ് മുകളിൽ വരുന്നത്, ഈ സ്ക്രൂ ഉള്ള പോർഷൻ മുകളിലാണ് വരുന്നത്. ഇത് നേരെ തിരിച്ചാണ്, ഇത് താഴെ വന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്ലോത്ത് വെക്കേണ്ടത്. ഞാനിവിടെ ഇങ്ങനെ ഒരു പടം വരച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ വരയ്ക്കുകയോ ട്രേസ് ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഈ ചെറിയ പോർഷൻ കടത്തി വെക്കുക, ഈ ചെറിയ റിങ് കടത്തി വെക്കുക. നമ്മൾ സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ തിരിച്ചാണ് ചെയ്യുന്നത്, അപ്പോൾ നേരെ റിവേഴ്സാണ്. എന്നിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. നമ്മളിതിൽ തുണി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ലതായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് ടൈറ്റ് ചെയ്താലേ നന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ മെഷീനിൽ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ മെഷീനിൽ ചെയ്യുമ്പോൾ ഈ തുണി എടുക്കുന്നത്. നമ്മളിത് ഇങ്ങനെ മെല്ലെ സൂചി ഒന്ന് താഴ്ത്തി കുത്തുക, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടണം എന്നില്ല. ആദ്യം മെല്ലെ മെല്ലെ
ചെയ്ത് ശീലിക്കുക. അതിന് ശേഷം മാത്രം നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഈ നീളത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഷേപ്പ് അനുസരിച്ച്. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതിന് ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ നീളത്തിൽ ഈ പെറ്റൽ നീളത്തിൽ ചെയ്തെടുക്കുക. ഫ്രെയിം മെല്ലെ ഇങ്ങനെ നീക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കൺട്രോളിലാണ് ശരിക്കും ഈ ഫ്രെയിം. ഇത് തന്നെത്താനെ നീങ്ങില്ല. അപ്പം നമ്മൾ കൈകൊണ്ട് മൂവ്മെൻറ്റ് അനുസരിച്ചാണിത് നീങ്ങുന്നത്. ഇതിങ്ങനെ ഇവിടെ ഞാൻ കണ്ടു. ഇപ്പോൾ ബാക്കി 4 പെറ്റൽസും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മെഷീനിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എംബ്രോയ്ഡറി മെഷീൻ വാങ്ങുക എന്നുള്ളത് നമ്മളിപ്പോൾ കുറച്ച് തയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ പോസിബിൾ അല്ല. നല്ല കോസ്റ്റ്ലിയാണ് ആ മെഷീൻ. അപ്പോൾ നമ്മുടെ മെഷീൻ തന്നെ ഇതുപോലെ കുറച്ച് വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വളരെ ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ചെയ്യുമ്പോഴേ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. കുറച്ചൊന്ന് ചെയ്ത് പരിശീലിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.